RSS പ്രാന്ത പ്രചാരകന്മാരുടെ അഖില ഭാരതീയ ബൈഠക്ക് നാളെ മുതൽ 3 ദിവസം ഡൽഹിയിൽ ചേരും. ശതാബ്ദി വാർഷ ആഘോഷങ്ങളുടെ ആസൂത്രണവും തുടർന്നുള്ള കർമ്മ പരിപാടികൾക്കും രൂപരേഖ തയ്യാറാക്കും. സംഘശിക്ഷാ വർഗങ്ങളുടെ അവലോകനവും യോഗത്തിലുണ്ടാകുമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേക്കർ അറിയിച്ചു. ഡൽഹി RSS കാര്യാലയമായ കേശവ് കുഞ്ചിൽ നാളെ ആരംഭിക്കുന്ന RSS പ്രാന്തപ്രചാരക് ബൈഠക്കിൽ എല്ലാ പ്രാന്തപ്രചാരകരും, പ്രാന്ത സഹപ്രചാരകരും, ക്ഷേത്രപ്രചാരകരും സഹപ്രചാരകരും പങ്കെടുക്കും. കൂടാതെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ സംഘടനാ സെക്രട്ടറിമാരടക്കം 233 കാര്യകർത്താക്കളാകും ഭാഗമാകുക. വരാനിരിക്കുന്ന ശതാബ്ദി ആഘോഷ വർഷ പരിപാടികളുടെ ആസൂത്രണവും നടത്തിപ്പുമാണ് ബൈഠക്കിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ ഈ വർഷം നടത്തിയ 100 ശിക്ഷൺ വർഗികളുടെ അവലോകനവും യോഗത്തിലുണ്ടാകും. ഭൗതിക ശാരീരിക വിഷയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട ചർച്ചകളും നടക്കും. ഒക്ടോബർ 2-ന് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നയിക്കുന്ന പ്രധാന പരിപാടിയോടെ ശതാബ്ദി വർഷ ആഘോഷങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. അടുത്ത വർഷം രാജ്യത്തുടനീളം എല്ലാ ബസ്തികളിലും ഖണ്ഡ് തലങ്ങളിലും സംഘം ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേക്കർ വ്യക്തമാക്കി. प्रतिवर्ष राष्ट्रीय स्वयंसेवक संघ की कुछ बैठकें होती है. उसी क्रम में आगामी कल से 4, 5 और 6 जुलाई को प्रांत प्रचारक बैठक का आयोजन हो रहा है. ये बैठक अखिल भारतीय बैठक है और पूरे देश भर से संघ की जो प्रांत की रचना है, जिसमें 46 प्रांत होते हैं, उस सभी प्रांतों के प्रांत प्रचारक सह प्रचारक इसमें आते हैं. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹി, മുംബൈ, ബംഗളൂരു, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. നവംബറിൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രഹസമ്പർക്ക പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ സാമുദായിക ഐക്യം ലക്ഷ്യം വെച്ച് ഖണ്ഡ് നഗർതലങ്ങളിൽ സദ്ഭാവ് ബൈഠക്കുകൾ സംഘടിപ്പിക്കും. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ മികവ് പുലർത്തിയിരുന്നവരെ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ പ്രത്യേക പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. യുവജന കേന്ദ്രീകൃത പദ്ധതികളും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ജനം, ഡൽഹി.